Good afternoon. Good afternoon, ma'am. Good afternoon. Okay, പുതിയ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി 2 ടീച്ചേഴ്സ് വന്നിട്ടുണ്ടാവും അല്ലെ? കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഓൾറെഡി 2 ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. മിസ്സിന്റെ പേര് ആതിര എന്നാണ്. അപ്പൊ ഓൾറെഡി എല്ലാ ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഓൾറെഡി 2 ടീച്ചേഴ്സ് ഓരോ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? സ്റ്റാർട്ട് ചെയ്തില്ലേ? ചെയ്തിരുന്നോ? ഓക്കെ. അപ്പൊ മിസ് ചാപ്റ്റർ 3 ആണ് കേട്ടോ എടുക്കുന്നത്. 3rd ചാപ്റ്റർ ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. മിസ്സിന്റെ പേര് ആതിര എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ചാപ്റ്റർ 3 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇവിടെ മ്യൂട്ട് ചെയ്യും. എന്തെങ്കിലും മെസ്സേജ് ഒന്നും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ല? നമുക്ക് മാത്രമാണോ ക്ലിയർ അല്ലാത്തത്? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇച്ചിരി നീങ്ങി നിന്ന് നോക്കൂ കേട്ടോ. ഖദീജ കേൾക്കുന്നുണ്ട്? ഓക്കെ, ശരി. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇങ്ങനെയുണ്ട് 2 ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട്? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററും വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ? ഇപ്പൊ ഓൾറെഡി എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടോ? എന്തെങ്കിലും ട്രെയിനിങ്സ് പരിശീലനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ജോലിയുമായി ബന്ധപ്പെട്ട്? വർക്ക് ചെയ്യുന്ന ആളുകളില്ല. ഇല്ല, ആർക്കും അങ്ങനെ പരിശീലനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ ഉള്ള ആളുകളും ഉണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഒരു ജോലിയുമായി ബന്ധപ്പെട്ട്, ഒരു ജോബുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഒരു പരിശീലനം നൽകുന്നത്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ പല രീതിയിൽ നമുക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കാം അല്ലെ? പല മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് പരിശീലനങ്ങളിൽ ലഭിക്കാം അല്ലെ? അപ്പൊ അങ്ങനെ ഏതൊക്കെ മെത്തേഡുകളിൽ ചെയ്യാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആണ്. ആദ്യത്തെ ഭാഗമൊക്കെ വളരെ സിമ്പിൾ ആണ്. എന്താണ് ഒരു പരിശീലനം എന്ന് ചോദിച്ചാൽ എന്താണ് ഒരു ട്രെയിനിങ്, എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്? നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു, നമുക്കൊരു ട്രെയിനിങ് അവർ തരുന്നു, ഒരു പരിശീലനം തരുന്നു. ആ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും പരിശീലനം തരിക അല്ലെ? ആ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനായിരിക്കും, എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് പരിശീലനം തരുന്നത്. എന്തിനു വേണ്ടിയാണ് നമുക്ക് പരിശീലനം തരുന്നത്? അതിന്റെ അവരുടെ ഉദ്ദേശം എന്താണ്? ഒരു പരിശീലനം തരുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ്? വെറുതെ തരുന്നതാണോ? ആണോ? വെറുതെ തരുന്നതാണോ നമുക്കൊരു ട്രെയിനിങ്? അവരുദ്ദേശിക്കുന്നത് എന്താ? നമുക്കൊരു പരിശീലനം തന്നാൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്ന ഉദ്ദേശിക്കുന്നവര്? സ്കില്ലും നോളജും അല്ലെ? അപ്പൊ ഒരു പർട്ടിക്കുലർ ജോബ്, നമ്മൾ ഏത് ജോബാണോ ചെയ്യുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തില് ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പരിശീലനം തരുമ്പോൾ ആ പരിശീലനം തരുന്ന ആ മാനേജ്മെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും, അതായത് ആ പരിശീലനം ലഭിക്കുന്ന ഓരോ എംപ്ലോയീസും എങ്ങനെ വർക്ക് ചെയ്യണം എന്നാ? അവർക്ക് ആ ഒരു ജോലിയിൽ ഏതിലാണ് നമുക്ക് പരിശീലനം തരുന്നേ ആ മേഖലയിൽ നല്ല നോളജും അതുപോലെ സ്കില്ലും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ട്രെയിനിങ് തരുന്നത് അല്ലെ? അതിനോടെ എന്താ നമ്മുടെ നോളജും സ്കില്ലും ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവില് നമ്മുടെ ആ ഒരു സ്കില്ലും നോളജും ഒക്കെ ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ആർക്ക് ബെനിഫിറ്റ് ഉളവാക്കുന്നവയാണ്, അല്ലെങ്കിൽ അത് ആർക്ക് ബെനിഫിഷ്യൽ ആണ്? ആർക്ക് ബെനിഫിഷ്യൽ ആണ്? അവിടുത്തെ എംപ്ലോയീസിന്റെ നോളജും സ്കില്ലും ഉണ്ടെങ്കിൽ അവരെങ്ങനെ വർക്ക് ചെയ്യും? നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും അല്ലേ? ആണോ? എന്താണ് റെസ്പോൺസ് ഇല്ലാതിരിക്കുന്നേ? ഇല്ലേ? നമ്മുടെ എംപ്ലോയീസിന് നമ്മളൊരു സ്ഥാപനം നടത്തുന്നു, നിങ്ങൾ എന്താ ചോദിച്ചു നോക്കാം, നമ്മളൊരു സ്ഥാപനം നടത്തുന്നു, ആ സ്ഥാപനത്തിലെ ജീവനക്കാര് നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്
ഇൻകം കിട്ടുന്നത് അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത്. ശരിയല്ലേ? അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള അറിവും സ്കില്ലും വേണം അല്ലെ. അല്ല അറിവില്ലാത്ത അല്ലെങ്കിൽ വലിയ സ്കില്ലൊന്നും ഇല്ലാത്ത കുറെ ആളുകളെ നമ്മൾ അവിടെ ജോലിക്ക് വെച്ചത് കൊണ്ട് വലിയ കാര്യമുണ്ട്? അവരെ നമുക്ക് വലിയ രീതിയിലുള്ളൊരു പെർഫോമൻസോ കാര്യങ്ങളോ ശരിക്കുന്നില്ല. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഇൻകമോ പ്രോഫിറ്റോ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അതായത് ഒരു ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് ശരിയായ രീതിയിലുള്ള പരിശീലനം കൊടുക്കണം അല്ലെ. എങ്ങനെ അവിടുത്തെ ജോലികൾ കൈകാര്യം ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അറിവും സ്കില്ലും ആർക്കുണ്ടായിരിക്കണം, അവിടുത്തെ ഓരോ എംപ്ലോയീസിനും ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോ എംപ്ലോയീസും നന്നായിട്ട് നല്ല അറിവോടുകൂടി നല്ല സ്കില്ലോടുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആരുടെ പ്രോഫിറ്റ് വർദ്ധിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനം തന്നെ വളരെ മികച്ചതായിട്ട് മാറും അല്ലെ. അപ്പൊ ആ ഒരു കാര്യം, അതായത് അവിടുത്തെ സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ അവർക്ക് ഓരോ കാര്യത്തെ കുറിച്ചും കൃത്യമായ ഒരു അറിവുണ്ടായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെ മാനേജ്മെന്റ് തന്നെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ട്രെയിനിങ് അല്ലെ, പരിശീലനം. ആ ഒരു മാനേജ്മെന്റ് തന്നെ അല്ലെ, ഏത് ജോലിയിൽ പ്രവേശിച്ചാലും അവിടുത്തെ മാനേജ്മെന്റ് അല്ലേ നമുക്ക് പരിശീലനം തരിക അല്ലേ. ഒരു ട്രെയിനറെ വെക്കും അല്ലെ, ഒരു പരിശീലകൻ ഉണ്ടാവില്ലേ? ഒരു പരിശീലകൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളാണോ പരിശീലനം, നമ്മുടെ ഇടയിലുള്ള ആളായിരിക്കില്ലല്ലോ, ഒരു പരിശീലകൻ ഉണ്ടാവും അല്ലെ. ആ ഒരു പരിശീലകൻ ഒരു ട്രെയിനർ ഉണ്ടാവും. ആ ഒരു ട്രെയിനറാണ് ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കുള്ള പരിശീലനങ്ങൾ നൽകുന്നത്. അപ്പൊ അതെങ്ങനെയാണ്, ഓരോ മെത്തേഡ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഭാഗം പോലെ പഠിക്കുന്നതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ, ടെൻഷൻ ഒന്നും വേണ്ട, എന്ന് എളുപ്പത്തിൽ കിട്ടാവുന്ന ഭാഗമാണ്. അതിന് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ്. ഒരു ട്രെയിനിങ്ങിന്റെ ആശയം എന്താണ്, അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ്. അപ്പൊ അതിന് കുറച്ച് ട്രെയിനിങ്ങിനെ കുറിച്ച് കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഫസ്റ്റ് 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ട്രെയിനിങ് എന്നാണ് അത് പറയുന്നത്. ഒന്ന് വായിക്കാം നമുക്ക്. Training is an organized activity for increasing the knowledge and skills of people for a definite purpose. ഒരു പ്രത്യേക ഉദ്ദേശം അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിനായിട്ട് അല്ലെ, ഒരു ഡെഫിനറ്റ് പർപ്പസ് ഉണ്ട് ഇല്ലേ. ഏതൊരു പരിശീലനം കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് അല്ലെ. അവിടെ മാനേജ്മെന്റിന് ഒരു പ്രത്യേക ഉദ്ദേശമില്ലേ, അല്ലാതെ ഒരു പരിശീലനം അത് നൽകില്ല അല്ലെ. അവരുടെ ഉദ്ദേശം എന്താണ്? എന്താ അവരുടെ ഉദ്ദേശം? എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് അവരുടെ ഉദ്ദേശം? ഒരു എംപ്ലോയിക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് എന്ത് പ്രത്യേക ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചാണ്. എന്തുദ്ദേശമായിരിക്കും? അവരുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കുക, അതിലൂടെ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുക അല്ലെ. ആർക്ക് വേണ്ടി പെർഫോം ചെയ്യുക? ആ സ്ഥാപനത്തിന് വേണ്ടി പെർഫോം ചെയ്യുക അല്ലെ. അതെ, പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉത്പാദനക്ഷമമായി അവർ പ്രവർത്തിക്കുമ്പോൾ ആ സ്ഥാപനത്തിന് വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അല്ലെ. അപ്പൊ അതിലൂടെ സ്ഥാപനത്തിന്റെ വളർച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രത്യേക പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക നിശ്ചിതമായിട്ടുള്ള ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ആളുകളുടെ നോളജും സ്കില്ലും അല്ലെ, അവരുടെ അറിവും കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടിത പ്രക്രിയയാണ് ട്രെയിനിങ് എന്നാണ് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. എന്താണ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്? ട്രെയിനിങ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഫോർ ഇൻക്രീസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് പീപ്പിൾ ഫോർ എ ഡെഫിനറ്റ് പർപ്പസ്. ഒരു പ്രത്യേക ഉദ്ദേശം അല്ലെങ്കിൽ ഒരു നിശ്ചിത ഉദ്ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നിശ്ചിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആളുകളുടെ അറിവുകളും കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംഘടിത പ്രക്രിയയാണ് ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്? ചോദിക്കാറുണ്ട്. It is also known as the act of increasing the knowledge and skill of an employee for doing a particular job. ഇനി എന്താണ് ഇത്? ഈ ഒരു പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ്ങിനെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു സെന്റൻസ് ആണ് കേട്ടോ. ഓക്കെ, it is also known as എന്തെന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. The act of increasing the knowledge and skill of an employee for doing a particular job അല്ലെ. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, ഒരു ജീവനക്കാരന് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ നോളജോ സ്കില്ലോ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം എന്നും നമുക്ക് എന്തിനെ വിളിക്കാം? പരിശീലനത്തെ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനെ വിളിക്കാം. അപ്പൊ രണ്ട് ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം എന്നാൽ ഒരു ഡെഫിനറ്റ് പർപ്പസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിനോ വേണ്ടിയിട്ട് അല്ലെ അവിടെയുള്ള ആളുകളുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടിത പ്രക്രിയയാണ് ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം എന്നാണ് ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ആക്ട് ഓഫ് ഇൻക്രീസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടി അല്ലെ ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമായിട്ടും നമുക്ക് എന്തിനെ വിളിക്കാം? ട്രെയിനിങ്ങിനെ അല്ലെങ്കിൽ പരിശീലനത്തെ വിളിക്കാവുന്നതാണ്. ക്ലിയർ ആണോ രണ്ട് സെന്റൻസ്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. Training enables the employee to get acquainted with the job and also increase their aptitudes and skills and knowledge. അല്ലെ എപ്പോഴും നമുക്കറിയാം ഒരു പരിശീലനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് എന്തിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുന്നുണ്ട്? ആ പർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട് ഒരു പരിചയം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ ഒരു പുതിയതായിട്ടൊരു ജോലിയിൽ പ്രവേശിച്ച ഒരാളാണെന്ന് വിചാരിക്കാം. അങ്ങനെ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഒരു ജോലിയിൽ പുതിയതായിട്ട് പ്രവേശിച്ചു. അപ്പൊ പുതിയതായിട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആ ജോലിയെ കുറിച്ച് വലിയ വ്യക്തമായ വലിയ ധാരണകളൊന്നും ഉണ്ടാവില്ല അല്ലെ. അവർ ഓൾറെഡി ജോലി ചെയ്ത ആളുകൾക്കാണെങ്കിൽ അതിനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാൻ പറ്റും. അതേസമയം നമ്മൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരാളാകുമ്പോൾ അവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ട്രെയിനിങ് കിട്ടുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്നത്? ആ ജോലിയോട് കുറച്ചും കൂടി ഒരു പരിചയം അല്ലെങ്കിൽ ഒരു അക്വൈൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിചയം ലഭിക്കുകയാണ് ചെയ്യുക. നല്ല രീതിയിലുള്ള ഒരു പരിശീലനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ ജോലിയെ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ അറിയും അല്ലെ. നമ്മൾ അതിനെ കുറിച്ച് കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയുന്നു. അതുമായി ബന്ധപ്പെട്ട ആ ഒരു നോളജ് നമുക്ക് വർദ്ധിക്കുന്നു. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കഴിവുകൾ നമുക്ക് വർദ്ധിക്കുന്നു. അതിനോടുള്ള ആ ഒരു അഭിരുചി നമുക്ക് കൂടുന്നു. അങ്ങനെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു പരിചയം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഒരു പരിശീലനം വഴി ഓരോ എംപ്ലോയീസിനെയും സഹായിക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയീസ് ഫുള്ളി പ്രൊഡക്റ്റീവ് in the minimum of time. അതായത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത അല്ലെങ്കിൽ പുതിയതായിട്ട് നിയമിതരായിട്ടുള്ള ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു ജീവനക്കാരന് വളരെ ഫുള്ളി പ്രൊഡക്റ്റീവ് ആയിട്ട് നല്ല ഉത്പാദനക്ഷമതയോടുകൂടി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഒരു ട്രെയിനിങ് സഹായിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളൊരു പുതിയതായിട്ടുള്ള ഒരു ജോലിക്ക് പ്രവേശിച്ചു, നമുക്ക് നല്ലൊരു പരിശീലനം കിട്ടിയെന്ന് വിചാരിക്കാം. നല്ലൊരു പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ അതായത് പുതിയതായിട്ട് ചിലപ്പോൾ നമുക്കൊന്നും അറിയില്ല അല്ലെ, നമുക്കൊന്നും അറിയാത്ത ആളാണ്. അതേസമയം നല്ലൊരു പരിശീലനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ലേ? ആ ഒരു ജോലിയിൽ ചെയ്യാൻ പറ്റുമോ? ല്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അല്ലെ. നമുക്കൊരു നല്ല പുതിയതായിട്ടൊരു റിക്രൂട്ട്മെന്റ് നടത്തി അല്ലെങ്കിൽ നിയമിതനായിട്ടുള്ള ഒരു ജീവനക്കാരന് നല്ലൊരു പരിശീലനം ലഭിച്ചാൽ അവർക്ക് എന്താണ്? അവർ ആ ജോലിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവർ കുറെ അധികം സ്കിൽഡ് ആയി അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ. അല്ലാതെ ഒരു പരിശീലനം കിട്ടാത്ത ഒരാളെ നോക്കാം. ഒരു പരിശീലനം നന്നായിട്ട് കിട്ടിയ ഒരാളുണ്ട്, ചിലപ്പോൾ നമുക്ക് നല്ല പരിശീലനം ഒന്നും കിട്ടില്ല അല്ലേ. പുതിയതായിട്ട് ചിലപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് വലിയ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ അവർ തരണമെന്നില്ല. ഓൾറെഡി ജോലിക്ക് പോയ ആളുകളൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. അവിടെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്ത് അവിടുത്തെ ആളുകളോട് ചോദിച്ചും പറഞ്ഞും കുറെ സമയം എടുത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും ഇല്ലേ. ഏതൊരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴും അങ്ങനെയല്ലേ? നമ്മൾ അവിടെയുള്ള ആളുകളോട്, അതായത് നമ്മുടെ ജോലി ചെയ്യുന്ന സെയിം നമ്മുടെ ലെവലിലുള്ള ആളുകളോട് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ ചോദിക്കണം അല്ലെ, എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതുമായി ഈ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ജോലികൾ ചെയ്യണം. നമ്മൾ അങ്ങനെ പതുക്കെ പതുക്കെയല്ലേ പഠിച്ചു വരാൻ പറ്റുള്ളൂ? ആണോ?
കുറച്ച് സമയം എടുക്കും അതിന്. ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതേസമയം അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ നല്ല രീതിയിൽ, അതായത് പുതിയതായിട്ട് നീങ്ങുന്നതിനായി അവർക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു പരിശീലനം, അവർക്ക് നല്ലൊരു ട്രെയിനറിനെ നിർത്തി കിട്ടുകയാണെന്ന് വെച്ചാല് അപ്പൊ എന്താണ് അതിന്റെ വ്യത്യാസം? കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കാര്യക്ഷമതയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ശരിയാണോ? അതാണ് ഈ ഒരു പരിശീലനം കൊണ്ടുള്ളൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റിൽ പറയുന്നത് ഓൾഡ് വർക്കേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരിക്കലും പരിശീലനം കൊടുക്കുന്നത് പുതിയതായിട്ട് വന്ന ആളുകൾക്ക് മാത്രമല്ല, അല്ലെ? പുതിയതായിട്ട് വന്ന ആളുകൾക്ക് മാത്രമാണ് പരിശീലനം കൊടുക്കുക? അല്ല, ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്നവർക്കും കൊടുക്കും, അല്ലെ? സ്ഥിരമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കോ പരിശീലനങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്, അല്ലെ? അതാണ് അടുത്തതായിട്ട് പറയുന്നത്. Even for the older workers, it is essential to refresh them and to enable them to continue with new methods and techniques as well as new machines and equipment for doing the work. ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്ന പഴയ ജീവനക്കാരുണ്ട്, അല്ലെ? അവർക്കും എന്ത് കൊടുക്കുന്നുണ്ട്? പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. എന്തിനു വേണ്ടി അവർക്ക് പരിശീലനങ്ങൾ നൽകുന്നത്? എസെൻഷ്യൽ ടു റിഫ്രഷ് ദം, അല്ലെ? അവരെ ഒന്നും കൂടി എന്ത് ചെയ്യുക? അവരുടെ ആ ഒരു ഓർമ്മ പുതുക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നോളജ് കുറച്ചും കൂടി വർദ്ധിപ്പിക്കുക. എന്തിനു വേണ്ടി? ചിലപ്പോൾ നമ്മൾ ഓൾറെഡി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആയിരിക്കില്ല. നമ്മുടെ ടെക്നോളജീസ് ഇപ്പൊ പുതിയതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് വരുന്നുണ്ട്, അല്ലെ? ഒരുപാട് ആധുനികകരമായിട്ടുള്ള പുതിയ പുതിയ എക്യുപ്മെന്റുകൾ ആയിക്കോട്ടെ, മെഷീനറീസ് ആയിക്കോട്ടെ, പുതിയ പുതിയ ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡുകളൊക്കെ ഏതൊരു മേഖലയിലും, അല്ലെ? ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഏതൊരു മേഖലയിലും വരുന്ന കാര്യങ്ങളാണ്, അല്ലെ? അങ്ങനെ പുതിയതായിട്ട് വരുന്ന ടെക്നിക്സോ മെത്തേഡുകളിലോ ഒന്നും ചിലപ്പോൾ പഴയ ആ ഒരു ജീവനക്കാർക്ക് വലിയ രീതിയിലുള്ള പരിചയം ഉണ്ടാവണമെന്നില്ല, അല്ലെ? കാരണം അവർ ഫോളോ ചെയ്ത് വന്നിരുന്ന കാര്യങ്ങളിൽ നിന്നും പുതിയതായിട്ടൊരു സാധനം അല്ലെങ്കിൽ പുതിയതായൊരു മെത്തേഡോ അല്ലെങ്കിൽ പുതിയൊരു മെഷീനറിയോ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഐഡിയ ചിലപ്പോ ആ ഓൾഡർ വർക്കേഴ്സിന് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോ അല്ലെങ്കിൽ പുതിയ പുതിയ മെത്തേഡുകൾ കൊണ്ടുവരുമ്പോ, പുതിയ മെഷീനറീസോ എക്യുപ്മെന്റുകളോ ഒക്കെ കൊണ്ടുവരുമ്പോ അതില് ഇവര് കുറച്ചും കൂടി പരിചയസമ്പന്നരാവാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി അതിനെ കുറിച്ചുള്ള ഒരു നോളജും സ്കില്ലും ഓൾഡർ വർക്കേഴ്സിന്, അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അവരൊന്ന് റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർക്കും പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്. അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും പരിശീലനങ്ങൾ നൽകാറുണ്ട്. So the training is not a one step process. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും, എന്താണ്, എപ്പോഴും പറയാൻ പറ്റുന്ന കാര്യമാണ്, ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഒരു ജീവനക്കാരോ ഒറ്റ ഒരു ട്രെയിനിങ് മാത്രമേ കിട്ടുള്ളൂ നമുക്ക് പറയാൻ പറ്റുമോ? അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പരിശീലനം നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? നമുക്കൊരു വൺ സ്റ്റെപ്പ് പ്രോസസ് ആണോ അത്? അല്ല, അല്ലെ? അതെങ്ങനെയാണ്? ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ്. കാരണം എന്താ? ഇപ്പൊ ഒരു ജീവനക്കാരൻ നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചു, അല്ലെ? അപ്പൊ നമുക്കൊരു ട്രെയിനിങ് കിട്ടിയെന്ന് വിചാരിക്കാം. അതെന്തുകൊണ്ടാണ്? ആ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട പരിചയം ഉണ്ടാവാനും നോളജ് വർദ്ധിക്കാനും വേണ്ടി ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ടാവാം. കുറച്ചു നാളവിടെ നമ്മളവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുതിയ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ വന്നപ്പോ അതിനുള്ള പരിശീലനങ്ങൾ നമുക്ക് അവർ തരും, അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് വർദ്ധിച്ചു. പിന്നെയും അതിനനുസരിച്ച് ഓരോ സമയത്തും ഈ ഒരു ഇൻഡസ്ട്രി മേഖലയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, അല്ലേ? ടെക്നോളജി മേഖലയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് പ്രോസസ് എന്ന് പറയുന്നത് ഒരിക്കലും വൺ സ്റ്റെപ്പ് പ്രോസസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള, അതുപോലെ തന്നെ നെവർ എൻഡിങ് ആണ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രക്രിയ കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ട്രെയിനിങ് ഇസ് നോട്ട് എ വൺ സ്റ്റെപ്പ് പ്രോസസ് ബട്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഓർ നെവർ എൻഡിങ് പ്രോസസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. Because it increases the knowledge and skill of new employees in performing their jobs and serves as a refresher for ongoing employees. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാ. അത് എന്തിനു വേണ്ടി? കാരണം എന്തുകൊണ്ടാ ഇതൊരു നെവർ എൻഡിങ് പ്രോസസ് ആണെന്ന് പറയുന്നത്? കാരണം ഇത്
എന്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്? ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ജീവനക്കാരന്റെ നോളജും സ്കില്ലും, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ നന്നായിട്ട് അവരെന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകടന നിലവാരം കാഴ്ചവെക്കുന്നുണ്ട്. അതേസമയം ഓൺഗോയിങ് എംപ്ലോയീസ്, അവിടെ തുടർന്ന് ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, തുടർച്ചയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾറെഡി ഉള്ള കുറച്ച് എംപ്ലോയീസ് ഉണ്ടാവും അല്ലെ, അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു റിഫ്രഷർ പോലെ, അവർക്ക് ഒരു ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു മെത്തേഡ് വന്നാല് അതിനെ കുറിച്ച് കുറച്ചുകൂടി ഒരു നോളജും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിഫ്രഷർ പോലെയും നമ്മളൊരു എന്താണ് ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല, ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ് ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫില് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട, ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ആളുകളുടെ നോളജും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സംഘടിത പ്രക്രിയയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. കൂടാതെ എന്തെന്ന് കൂടി പറയാം നമുക്ക്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അല്ലെ ദ ആക്ട് ഓഫ് ഇൻക്രീസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനായിട്ട് ഒരു എംപ്ലോയീസിന്റെ അല്ലെ, ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനായി അവിടുത്തെ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ അറിവും അതുപോലെ തന്നെ കഴിവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ എന്തിനെ വിളിക്കാം? ഈ പരിശീലനത്തെ വിളിക്കാവുന്നതാണ്. അതാണ് നമ്മൾ ഫസ്റ്റത്തെ 2 പോയിന്റ് ആയിട്ട് പറഞ്ഞത്. സെക്കൻഡ് പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞത് ട്രെയിനിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ സഹായിക്കുന്നതാണ്? ആ ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നമ്മുടെ അഭിരുചികളും അതുപോലെ തന്നെ സ്കില്ലും നോളജും ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാനും അതിലൂടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പരിചയം നമുക്ക് വളരെയധികം മികവുള്ളതാക്കാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത ഒരു എംപ്ലോയി ആണെങ്കിൽ അവർ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഫുള്ളി പ്രൊഡക്റ്റീവ് ആയിട്ട് വളരെ നല്ല കാര്യക്ഷമതയോട് കൂടിയും പ്രൊഡക്റ്റീവായിട്ടും പെർഫോം ചെയ്യാനായിട്ട് ഈ ഒരു ട്രെയിനിങ് വഴി സാധിക്കുന്നുണ്ട്. പുതിയതായിട്ടുള്ള എംപ്ലോയീസിന് മാത്രമല്ല പരിശീലനങ്ങൾ നൽകുക, അവിടെ ഓൺഗോയിങ് ആയിട്ടുള്ള ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്ന ഓൾഡ് വർക്കേഴ്സിനും അവർ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. അത് അവരുടെ ഒരു റിഫ്രഷർ പോലെ, അവർക്ക് ഒരു ഓർമ്മ പുതുക്കൽ പോലെ പുതിയതായിട്ടുള്ള ടെക്നോളജീസോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള മെത്തേഡുകളോ പുതിയതായ മെഷീനറീസോ പുതിയതായിട്ടുള്ള എക്യുപ്മെന്റുകളോ കൊണ്ടുവന്നാൽ അതിലെ കുറച്ചുകൂടി നോളജ് ആൻഡ് സ്കിൽ ആ ഒരു പ്രത്യേക ഫീൽഡിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഓൾഡ് ആയിട്ടുള്ള വർക്കേഴ്സിനും നമ്മൾ പരിശീലനങ്ങൾ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരിക്കലും വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല, അതൊരു കണ്ടിന്യൂസ് ആണ്, ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? വേഗം അത്രയും ഭാഗം ഒരു വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടാ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വീഡിയോ ഓൺ ആണോ മിസ്സിലെ? അല്ല, ഓക്കെ.
ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇവിടെ വരെ വായിച്ചു നോക്കിയായിരുന്നോ? ശരി. Then next നമ്മൾ പറയുന്നത് the significant importance of training. ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പരിശീലനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പരിശീലനത്തിലൂടെ ആ ഒരു സ്ഥാപനത്തിന് കുറെ അധികം ബെനിഫിറ്റ്സ് ഉണ്ടാവും അല്ലെ, അതുപോലെ എംപ്ലോയീസിനും ഉണ്ടാവും. അപ്പൊ ആ ഒരു പരിശീലനം ലഭിക്കുന്നത് വഴിയുള്ള പ്രാധാന്യങ്ങൾ അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യങ്ങളെ കുറിച്ചുള്ള പോയിന്റുകളാണ് താഴെ പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR വിത്ത് എ പ്രോമിസ് ഓഫ് ബെറ്റർ റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ. എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല്? ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ്? നിക്ഷേപം അല്ലെ. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപം അല്ലേ. ഇവിടെ ഒരു HR ഒരു നിക്ഷേപമാണ് എന്ന് പറയുന്നു. എന്താണ് ഒരു നിക്ഷേപം അല്ലെങ്കിൽ ഒരു തുക എന്നുള്ളതിനേക്കാൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പരിശീലനം ലഭിക്കുമ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറയാറുണ്ട് അല്ലെ. ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? പ്രോമിസ് ഓഫ് ബെറ്റർ റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പരിശീലനം കൊടുക്കുമ്പോ ആ ഒരു സ്ഥാപനത്തിന്റെ HR വിഭാഗം നമ്മളവിടെ ഒരു പരിശീലനം നൽകി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. അതിലൂടെ അവരെന്ത് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഭാവിയിലേക്കുള്ള ബെറ്റർ റിട്ടേൺ ആണ് അല്ലെ. ഭാവിയിലേക്കുള്ള ഒരു നല്ലൊരു വരുമാനം അല്ലെങ്കിൽ ഒരു മികച്ച വരുമാനം അതിൽ നിന്നും ലഭ്യമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാ വരുമാനം കിട്ടുക? എങ്ങനെ കിട്ടുക? എങ്ങനെ മികച്ച വരുമാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റും? എങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. ഭാവിയിലേക്ക് ഒരു മികച്ച വരുമാനം ട്രെയിനിങ് കൊടുക്കുമ്പോൾ അല്ലെ. അപ്പൊ നമ്മളൊരു പരിശീലനം ലഭിക്കുമ്പോ ആ ട്രെയിനിങ് കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് ചെയ്യുന്നു അല്ലെ. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാണ്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് വരുമാനം, മികച്ചൊരു വരുമാനം കിട്ടില്ലേ ഭാവിയില്? കിട്ടുമോ? അത് പ്രസന്റ് ചിലപ്പോൾ കിട്ടില്ല ആയിരിക്കും, പക്ഷെ അവരുടെ പെർഫോമൻസ് മികച്ചതാവുന്നതിനനുസരിച്ച് ഭാവിയിലേക്ക് എന്ത് ചെയ്യുന്നവർക്ക് ആ ഒരു മികച്ച വരുമാനം നേടിയെടുക്കുന്നതിനുള്ളൊരു HR-ന്റെ നിക്ഷേപമാണ് പരിശീലനം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് റെസ്പോണ്ട് ടു ടെക്നോളജി ചേഞ്ചസ് അഫക്റ്റിംഗ് ദ ജോബ് റിക്വയർമെന്റ്. എന്താണ്? ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജി ചേഞ്ചസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ജോലിയിലൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു പല സാങ്കേതിക വിദ്യകളും പുതിയതായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഏതൊരു മേഖലയിലും അല്ലെ. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? ഒരു കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാത്ത കാലത്ത് എങ്ങനെയായിരുന്നു? നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അതേസമയം കമ്പ്യൂട്ടർ ബൽക്കടിച്ചപ്പോ എല്ലാം നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി ഇല്ലേ. അപ്പൊ അങ്ങനെ ഓരോരോ മാറ്റങ്ങളും ഇതിൽ വരുന്നുണ്ട്. അത് ആ ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യമാണെങ്കിൽ നമുക്കത് കൊണ്ടുവന്നേ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ കൊണ്ടുവരുമ്പോ ആ പുതിയ പുതിയ ടെക്നോളജി ചേഞ്ചസിനോടുള്ളൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് ശരിക്കും ട്രെയിനിങ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നു, ആ ഒരു മാറ്റത്തെ ചിലപ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കും. കാരണം എന്തുകൊണ്ടാ? അവർക്ക് അതിലറിവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള പരിശീലനങ്ങൾ നൽകും ഇല്ലേ. അപ്പൊ പരിശീലനങ്ങൾ നൽകുമ്പോൾ അവർക്ക് അതിലുള്ള ഒരു സ്കില്ല് കിട്ടിയോ, നോളജ് കിട്ടിയോ? അപ്പൊ അതിനനുസരിച്ച് അവർ നന്നായിട്ട് പെർഫോം ചെയ്യും. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് എന്താണെന്നുള്ളത്? റെസ്പോണ്ട് ടു ടെക്നോളജി ചേഞ്ചസ് അഫക്റ്റിംഗ് ദ ജോബ് റിക്വയർമെന്റ്. ആ ജോലിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ടെക്നോളജി ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരുമ്പോ, പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുമ്പോ ചിലപ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് അതിനെ കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിനെതിരെ എന്ത് കൊടുക്കും? കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് അതിലുള്ള നോളജും സ്കില്ലും വർദ്ധിപ്പിക്കാനും സാധിക്കും. അതിനനുസരിച്ച് പ്രൊഡക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കുന്നു.
ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? Then third one ആണ് serves as an effective source of recruitment. ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു എഫക്റ്റീവ് സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ എന്താ? ഒരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ ഒരാളെ നമ്മൾ നിയമിക്കുമ്പോൾ അവർക്ക് അതിനുള്ള പരിശീലനങ്ങൾ ലഭിക്കുമ്പോഴാണ് അവർക്ക് നന്നായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്, അല്ലെ? അല്ലാത്ത പക്ഷം ഒരു പുതിയതായിട്ട് വരുന്ന ഒരു എംപ്ലോയിക്ക് ഒത്തിരി സമയം എടുക്കും അവർ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചു വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എംപ്ലോയീസ് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്രോതസ്സായിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു ട്രെയിനിങ്ങിനെ പറയാവുന്നതാണ്. ക്ലിയർ ആണോ? ഓരോ പോയിന്റ്സ് മിസ് പറയുന്നുണ്ട്, അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതിയേ. ഫോർത്ത് പോയിന്റ് പറയുന്നത് സപ്പോർട്ട് കരിയർ ഡെവലപ്മെന്റ്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒരു ട്രെയിനിങ്? അടുത്ത ഓരോ എംപ്ലോയീസിന്റെയും അവരുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി പരിശീലനം സഹായിക്കുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ഒരു പിന്തുണ നൽകുന്നുണ്ട്. അഡാപ്റ്റ് ടു ഇൻക്രീസ് ഡൈവേഴ്സിറ്റി ടു ദ വർക്ക് ഫോഴ്സ്. അതുപോലെ തന്നെ വർക്ക് ഫോഴ്സ് അവരുടെ ആ ഒരു വർക്ക് ഫോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു വൈവിധ്യം, അല്ലെ, ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ പല ജോലികൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങളെ കുറിച്ച് പല രീതിയിലുള്ള അറിവുകളും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു പരിശീലനം, ആ ഒരു വൈവിധ്യം കൊണ്ടുവരാനായിട്ട് ഈ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് റെസ്പോണ്ട് ടു ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ്. അതായത് സാധാരണ നിലയിൽ കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ തുടർന്ന് പോകേണ്ടിരുന്ന ഒരു സ്ഥാപനത്തില് നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കുമ്പോഴാണ് ആ ഒരു ഓർഗനൈസേഷനെ റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഒരു സംഘടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കൃത്യമായ പരിശീലനങ്ങൾ ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? കൃത്യമായ ടീമുകളായിട്ട് തിരികുകയും അതിനനുസരിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുകയും ഓരോ കാര്യങ്ങളും മികച്ചതായിട്ട് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ആ ഒരു റിട്ടേൺ നമുക്ക് ആ ഒരു സ്ഥാപനത്തിലേക്ക് കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത് ഫുൾഫിൽ എംപ്ലോയി നീഡ് ഫോർ ഗ്രോത്ത്. അതായത് അവരുടെ വളർച്ചയിൽ, ആരുടെ വളർച്ചയാണ്? അവിടെ എംപ്ലോയീസിന്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട, അല്ലെ, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട വളർച്ചയുമായി ബന്ധപ്പെട്ട ആവശ്യമായ കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രെയിനിങ് വഴി നിറവേറ്റി നൽകുന്നുണ്ടെന്ന് പറയുന്നത്. കുറച്ച് പോയിന്റ്സ് എന്താണ് നമ്മൾ പറഞ്ഞത്? പരിശീലനവുമായി ബന്ധപ്പെട്ട സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സുപ്രധാന പ്രാധാന്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത് പറഞ്ഞത് ഇതെന്താണ്? ഭാവിയിലേക്കുള്ള ഒരു മൂലധന നിക്ഷേപം അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്കൊരു നല്ല വരുമാനം, മികച്ച വരുമാനം നേടുന്നതിനുള്ള ഒരു നിക്ഷേപമാണ് ശരിക്കും ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് ആ ജോലിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരുന്ന ടെക്നോളജി ചേഞ്ചസുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ആ ടെക്നോളജി ചേഞ്ചസിനെ ഓവർകം ചെയ്യാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും ഓരോ എംപ്ലോയീസിനും സാധിക്കുന്നുണ്ടെന്നാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. തേർഡ് വൺ പറയുന്നത് serves as an effective source of recruitment. ഒരു റിക്രൂട്ട്മെന്റ് വഴി അല്ലെങ്കിൽ നമ്മളൊരു ജോലിയിലേക്ക് ഒരാളെ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമിതനാക്കുമ്പോൾ അവിടെ നമ്മളൊരു പരിശീലനം കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ ആ ഒരു ജോലി കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്രോതസ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ആയിട്ട് ഈ ട്രെയിനിങ് പ്രവർത്തിക്കുന്നു. ദെൻ ഫോർത്ത് പോയിന്റ് പറയുന്നത് സപ്പോർട്ട് കരിയർ ഡെവലപ്മെന്റ്. ആ ഓരോ എംപ്ലോയീസിന്റെയും അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനത്തിന് ഇത് സഹായകമാണ്. അതുപോലെ തന്നെ അഡാപ്റ്റ് ടു ഇൻക്രീസ് ഡൈവേഴ്സിറ്റി ടു ദ വർക്ക് ഫോഴ്സ്. അവരുടെ വർക്ക് ഫോഴ്സുമായി ബന്ധപ്പെട്ട ആ ഒരു വൈവിധ്യം, വിവിധ തരത്തിലുള്ള ട്രെയിനിങ് കിട്ടുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് ആ ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള അറിവും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാനും ആ ഒരു വൈവിധ്യം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പരിശീലനങ്ങളിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്പോണ്ട് ടു ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ്. ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു റീസ്ട്രക്ചറിങ് നടത്താനായിട്ട്, അല്ലെ, ആ ഒരു പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അതിനനുസരിച്ച് കൃത്യമായ നോളജും സ്കില്ലും കിട്ടുന്നവർക്ക് അതിനനുസരിച്ച് ടീം വർക്കോടുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ല കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ ഒരു പരിശീലനം വഴി സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞത് ഫുൾഫിൽ എംപ്ലോയി നീഡ് ഓഫ് ഗ്രോത്ത്. അവരുടെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് അവരുടെ ജോലിയുടെ അവരുടെ സ്വന്തമായിട്ടുള്ള സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു വളർച്ച, അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു ഗ്രോത്തിന്റെ ആവശ്യകതയെ നിറവേറ്റുന്ന രീതിയിലുള്ള പരിശീലനം
ട്രെയിനിങ് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട നല്ലൊരു ഗ്രോത്ത് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഈ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലാണ് വരുള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ആണ് കേട്ടോ. അതിൽ ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ വരുന്നത്. അതെല്ലാ പോയിന്റ്സും നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പാർട്ടിക്ക് പോവാം നമുക്ക്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആണ് ദ ട്രെയിനിങ് പ്രോസസ്. എന്താണ് ആ ഒരു ട്രെയിനിങ് പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. The training process consists of a series of steps that is required to follow systematically to have an efficient training program. അപ്പോൾ ഒരു പരിശീലനം ലഭിക്കുക അല്ലെങ്കിൽ ഒരു പരിശീലനം നൽകുക എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ് അല്ല, അല്ലെ? കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ അതിൽ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പ് നമ്മൾ അതിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇല്ലേ? പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ച പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിച്ച അപ്പോൾ തന്നെ നമുക്ക് പരിശീലനം കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളിലൂടെയാണ് നമുക്ക് ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു ബി ഫോളോഡ് സിസ്റ്റമാറ്റിക്കലി ടു ഹാവ് ആൻ എഫിഷ്യന്റ് ട്രെയിനിങ് പ്രോഗ്രാം. ഒരു നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് അവിടെ നടപ്പിലാക്കണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കുറച്ച് സീരീസ് ഓഫ് സ്റ്റെപ്സ് വളരെ ചിട്ടയായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. The training is a systematic activity performed to enhance the skills, attitude and behavior of an employee to perform a unique job. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനായിട്ട് അവിടുത്തെ എംപ്ലോയീസിന്റെ സ്കിൽസ്, അവരുടെ കഴിവുകള്, അവരുടെ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മികച്ചതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചിട്ടയായ പ്രവർത്തനമാണ് ശരിക്കും ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ചിട്ടയായിട്ട് അതിന്റെ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവിടെ കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോസസ്സുകളുണ്ട്. ആ കുറച്ച് പ്രോസസ്സുകൾ അതൊരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രെയിനിങ് പ്രോസസ് ആണ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കി, ഈ ഒരു പാരഗ്രാഫ് ആ ഒരു പിക്ചർ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അത് ഒരു ആരോമാർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെ? പിക്ചർ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു പിക്ചറിൽ കൃത്യമായിട്ട് ഒരു ആരോ മാർക്ക് ഇട്ട് ഓരോരോ പ്രോസസ്സുകളും കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായ ഓർഡറിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ആ ഓർഡർ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അത് ചോദിക്കാറുള്ള ഭാഗമാണ്. ചിലപ്പോൾ ഓർഡർ തെറ്റിച്ച് തന്നേക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഓർഡർ തന്നിട്ട് അതിൽ ഏതെങ്കിലും മിസ്സായിട്ട് തന്നേക്കാം. ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചൂസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാം. ആ ഒരു ഓർഡർ കൃത്യമായിട്ട് സ്റ്റെപ്പുകളും ആ ഒരു ഓർഡറും പഠിച്ചു വെക്കണം കേട്ടോ. ട്രെയിനിങ് പ്രോസസ്സ്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നതാണ് നീഡ്സ് അസസ്മെന്റ്. അതിനുശേഷം വരുന്ന പ്രോസസ് ആണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അതിനുശേഷം വരുന്നതാണ് ഡിസൈനിങ്. അതിനുശേഷമുള്ളതാണ് ഇംപ്ലിമെന്റേഷൻ. അതിനുശേഷമാണ് ഇവാലുവേഷൻ. അപ്പൊ ഇത്രയും പ്രോസസ്സുകളിലൂടെയാണ് ഒരു ട്രെയിനിങ് നടന്നു പോകുന്നത്. മനസ്സിലായോ? ഈ സ്റ്റെപ്പുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് ഒരു നല്ല ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് അവിടെ നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ട്രെയിനിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഈ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ താഴെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? നീഡ്സ് അസസ്മെന്റ്, അല്ലെ? അപ്പൊ എന്തായിരിക്കും ഒരു നീഡ്സ് അസസ്മെന്റിൽ നമ്മൾ ചെയ്യാം? അതൊരു ട്രെയിനിങ്ങിന് മുൻപുള്ള സ്റ്റെപ്പ് അല്ലേ? ട്രെയിനിങ് നടത്തുന്നതിന് മുൻപുള്ള സ്റ്റെപ്പ് അല്ലേ? ആണോ? ഒരു പരിശീലനം കൊടുക്കുന്നതിന് മുൻപുള്ള സ്റ്റെപ്പ് നീഡ്സ് അസസ്മെന്റ്. എന്തിനു വേണ്ടി നീഡ്സ് അസസ്മെന്റ് ചെയ്യുന്നേ? എന്താണ് നമ്മൾ അറിയേണ്ടത്? എന്താ അറിയണ്ടേ? നമുക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള പരിശീലനങ്ങൾ ലഭിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല, അല്ലെ? അതെ.
ഏത് സ്കിൽ ലെവലിലുള്ളത് വേണം. അതുപോലെ ആ ഒരു എംപ്ലോയിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഏത് മേഖലയിലാണ് അവർക്ക് പരിശീലനം വേണ്ടത്, അല്ലെ? അവർക്ക് അറിവുള്ള മേഖലയിൽ പിന്നെയും പോയി പരിശീലനം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അല്ലെ? അറിവില്ലാത്ത ഇടങ്ങളിലാണ്, അല്ലെ, ആ മേഖലയിൽ സ്കില്ലും നോളജും ആണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് ഇടത്തുള്ള അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് നോളജുമായി ബന്ധപ്പെട്ട് എവിടെയാണ് അവർക്ക് അത് കുറവുള്ളത്, അതിനനുസരിച്ചുള്ള സ്കില്ല് അല്ലെങ്കിൽ ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഈ എംപ്ലോയിയുമായി ബന്ധപ്പെട്ട് എവിടേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലാണോ അവർക്ക് പരിശീലനം വേണ്ടത് അത് കൃത്യമായിട്ട് അസസ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നതിനെയാണ് നീഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തി ഏത് മേഖലയിലാണോ അവർക്ക് പരിശീലനം വേണ്ടത് ആ മേഖല കണ്ടെത്തുകയാണ് ഈ ഒരു നീഡ് അസസ്മെന്റിലൂടെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. ജസ്റ്റ് മിസ് ഒന്നൊരു ഔട്ട്ലൈൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പൊ നോക്കി, ഫസ്റ്റ് വൺ ആണ് നീഡ്സ് അസസ്മെന്റ്. നീഡ്സ് അസസ്മെന്റിൽ എന്തൊക്കെയാ പറയുന്നത്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ട്രെയിനിങ് പ്രോസസ് ഈസ് ടു അസസ് ദ നീഡ് ഫോർ ട്രെയിനിങ് ദ എംപ്ലോയീസ്, അല്ലെ? ആ എംപ്ലോയീസിന്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട ആവശ്യം എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് അല്ലെങ്കിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് പരിശീലനം വേണ്ടത് അത് കൃത്യമായിട്ട് അസസ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള നീഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ നീഡ് ഫോർ ട്രെയിനിങ് കുഡ് ബി ഐഡന്റിഫൈഡ് ത്രൂ എ ഡയഗ്നോസിസ് ഓഫ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ചലഞ്ചസ് ആൻഡ് ത്രൂ എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. അപ്പൊ അതില് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കുക. അതായത് ആ ഒരു പരിശീലനവുമായി ബന്ധപ്പെട്ട ആവശ്യകത എന്താണ്, അതായത് ഇപ്പോ പ്രസന്റ്ലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുത്തെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അതായത് ഇവിടെ ഗ്യാപ്പ് ത്രൂ എ ഗ്യാപ്പ് അതായത് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ആ എംപ്ലോയീസിന്റെ ആക്ച്വൽ പെർഫോമൻസ് അവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യുന്ന പെർഫോമൻസ് ഉണ്ട്, അല്ലെ? ഓൾറെഡി അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു ആക്ച്വൽ പെർഫോമൻസ് ഉണ്ട്, യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഉണ്ട്, ഒരു നിലവാരമുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്, ഇല്ലേ? ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്പാരിസൺ നടത്തും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അവരുടെ യഥാർത്ഥത്തിലുള്ള പെർഫോമൻസ് എങ്ങനെയാണോ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഉണ്ടാവും, അല്ലെ? എപ്പോഴും ഒരു മികച്ച പെർഫോമൻസ് ഇത്രയും ലെവലിലാണ് എന്ന് നമ്മൾ എപ്പോഴും നിർണ്ണയിച്ചിട്ടുണ്ടാവും, അല്ലെ? ആ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു നിലവാരമുള്ള ആ ഒരു പ്രകടനവും അവരുടെ ആക്ച്വൽ പെർഫോമൻസും അവർ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ നടത്തുന്നു. ആ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവർ പെർഫോം ചെയ്യുന്നതില് വ്യത്യാസം ഉണ്ട് എന്ന്. മനസ്സിലാവില്ലേ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് കിട്ടുന്നുണ്ടോ? എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? അവരുടെ ആക്ച്വൽ പെർഫോമൻസും അവരുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ലെവലും എത്രയാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നു. അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ചിലവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളുണ്ടാവും കേട്ടോ. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് അധികം പരിശീലനങ്ങൾ ആവശ്യമില്ല, അല്ലെ? അതേസമയം നന്നായിട്ട് പെർഫോം ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പൊ അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആക്ച്വൽ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, നിലവാരമുള്ളൊരു പെർഫോമൻസ് എങ്ങനെയായിരിക്കണം, അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തി അത് മനസ്സിലാക്കുന്നു ഏതൊക്കെ മേഖലയിലാണ് അവർ പെർഫോം ചെയ്യുന്നതില് കുറവുകളുള്ളത്, ഏത് മേഖലയിലാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ആക്ച്വൽ പെർഫോമൻസ് അവർ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് ഇപ്പോഴത്തെ പ്രസന്റിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ പെർഫോം ചെയ്താൽ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുമോ? ഇല്ലേ? ഇപ്പോഴേ ചിന്തിക്കണ്ടേ, അല്ലെ? അല്ലാതെ ഈ പെർഫോമൻസ് ഇങ്ങനെ പൊയ്ക്കോട്ടെ നമുക്ക് അപ്പോ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? അവരിങ്ങനെ പെർഫോം ചെയ്താൽ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമോ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കണ്ടെത്തി അതിനനുസരിച്ച് ഏത് മേഖലയിലാണോ അവർക്ക് പരിശീലനം വേണ്ടത് നല്ല രീതിയിലുള്ള പരിശീലനം ആ ഒരു മേഖലയിൽ കൊടുക്കാനായിട്ടുള്ളൊരു അസസ്മെന്റ് അല്ലെങ്കിൽ ഒരു വിലയിരുത്തലാണ് ശരിക്കും നീഡ് അസസ്മെന്റിലൂടെ ചെയ്യുന്നത്. Then the need assessment can be studied from two perspectives. രണ്ട് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് നമുക്ക് ഈ ഒരു നീഡ് അസസ്മെന്റ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തത് ഇൻഡിവിജ്വൽ, രണ്ടാമത്തത് ഗ്രൂപ്പ് ആയിട്ട്. The
ഇൻഡിവിജ്വൽ ട്രെയിനിങ്. ഇപ്പൊ നമുക്കറിയാം എപ്പോഴും ഒരു പരിശീലനം ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് പരിശീലനം കൊടുക്കാം, ഇല്ലേ? ഗ്രൂപ്പായിട്ടും പരിശീലനങ്ങൾ കൊടുക്കാൻ പറ്റുമോ? രണ്ട് രീതിയിൽ കൊടുക്കാം അല്ലെ? രണ്ട് കാഴ്ചപ്പാടുകളാണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കാം, രണ്ടാമത്തത് ഗ്രൂപ്പായിട്ട്. അതിൽ ദ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഈസ് ഡിസൈൻ ടു ഡെവലപ്പ് ദ ഇൻഡിവിജ്വൽസ് എഫിഷ്യൻസി വെൻ നോട്ട് പെർഫോമിംഗ് പ്രോപ്പർലി. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണോ? അപ്പൊ നമ്മുടെ ആലോചിക്കുകയാണ്, അതായത് ആ ഒരു വ്യക്തികള് അവിടെ പെർഫോം ചെയ്യുന്ന ഒരു 10 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കണോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ട്രെയിനിങ് കൊടുക്കണോ എന്ന് വിലയിരുത്തണ്ടേ? ആദ്യമേ തന്നെ അതൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് ആലോചിക്കുകയാണ്. അതായത് നന്നായിട്ട് പെർഫോം ചെയ്യാത്ത അല്ലെങ്കിൽ ചിലപ്പോ ഒരു 10 പേരില് ഒരു 2 പേരായിരിക്കും മോശമായിട്ട് പുവർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്, അല്ലെ? ബാക്കി 8 പേര് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ വിളിച്ചു കൊണ്ടുവന്ന് ഇവരുടെ കൂടെ പരിശീലനം കൊടുക്കേണ്ട കാര്യമുണ്ടോ? കാരണം ചെയ്യുന്നുണ്ട് നന്നായിട്ട്, അല്ലെ? അപ്പൊ അതിനനുസരിച്ചുള്ള പരിശീലനം കൊടുത്താൽ മതി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണോ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നു. അതിൽ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആർക്കാ കൊടുക്കുന്നേ? ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാത്ത, കാര്യക്ഷമമായിട്ട് പെർഫോം ചെയ്യാത്ത ഇൻഡിവിജ്വൽസിനാണ് നമ്മൾ എന്ത് ട്രെയിനിങ് കൊടുക്കുന്നത്? ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊടുക്കുന്നത്, അല്ലെ? ആണോ? ഇനി ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് എങ്ങനെയായിരിക്കും? whereas the group training is intended to inculcate the new changes in the employees due to change in the organization strategy. ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അവരുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പുതിയ വ്യത്യാസങ്ങൾ വരുന്നു, പുതിയ ചേഞ്ചസ്, അതായത് കോമൺ ആയിട്ട് എല്ലാവരെയും ബാധിക്കുന്ന രീതിയിൽ പുതിയൊരു മെഷീനറി കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുതിയൊരു സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നു, ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ ഒരു പുതിയ എക്യുപ്മെന്റ് കൊണ്ടുവരുന്നു. അതിനെ കുറിച്ച് ആർക്കും അവിടെ ഒരു ധാരണയില്ല, അല്ലെ? എല്ലാവരെയും ബാധിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണത്, ശരിയല്ലേ? അപ്പൊ ഗ്രൂപ്പ് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്, ആണല്ലോ? അപ്പൊ അവിടെ എല്ലാവർക്കും അതിനെ കുറിച്ചുള്ള ഒരു അറിവ് വേണം, അല്ലെ? അത് അവരുടെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിന്റെ ഉദ്ദേശം പുതിയ ചേഞ്ചസിനെ കുറിച്ച് കൃത്യമായിട്ട് അവിടെയുള്ള ഓരോ എംപ്ലോയീസിനും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാവരെയും ബാധിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അവിടുത്തെ ഓരോ എംപ്ലോയീസിനും നല്ലൊരു അറിവ് വേണം. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രൂപ്പ് ആയിട്ടുള്ള എന്ത് ട്രെയിനിങ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതേസമയം പുവർ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ 1 2 അല്ലെങ്കിൽ കുറച്ചു പേര് മാത്രം വളരെ പ്രോപ്പർ ആയിട്ട് പെർഫോം ചെയ്യുന്നില്ല, കാര്യക്ഷമമായിട്ട് അവർ പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് നമ്മൾ എന്ത് പരിശീലനങ്ങളാണ് കൊടുക്കുന്നത്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങളായിരിക്കും ലഭിക്കുക. അപ്പൊ നീഡ് അസസ്മെന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഈ പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ട് എംപ്ലോയീസിന് എന്തിനാണ് പരിശീലനം വേണ്ടത്, എങ്ങനെയല്ലേ എന്തിനാണ് പരിശീലനം വേണ്ടത്, ഏത് മെത്തേഡിലൂടെ പരിശീലനം വേണം, ഇതൊക്കെ നമ്മൾ അവിടെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് നീഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ ആക്ച്വൽ പെർഫോമൻസ് എങ്ങനെയാണ്, ശരിക്കുമുള്ള ഒരു നിലവാരമുള്ള പെർഫോമൻസ് എങ്ങനെയായിരിക്കണം, അതിനെ തമ്മിൽ കമ്പാരിസൺ നടത്തുകയും കൃത്യമായി ഓരോ കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കുകയും ഭാവിയിൽ ഇവരിങ്ങനെ പെർഫോം ചെയ്താൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുമോ, ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് 2 പെർസ്പെക്റ്റീവ് 2 വീക്ഷണങ്ങളിലൂടെ നമുക്ക് ഈ ഒരു നീഡ് അസസ്മെന്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഇൻഡിവിജ്വലും, രണ്ടാമത്തെ ഗ്രൂപ്പും. ഏത് രീതിയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ നോക്കുന്നത്. അത് ഇൻഡിവിജ്വൽസ്, അതായത് ഉള്ള ഇൻഡിവിജ്വൽസില് കുറച്ചു പേര് നന്നായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് പെർഫോം ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രകടനം മോശമാണ്, അല്ലെ? പുവർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. അതേസമയം അവിടെ ഓർഗനൈസേഷൻ ചേഞ്ചസുമായി ബന്ധപ്പെട്ട പുതിയ ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? നീഡ്സ് അസസ്മെന്റ് അവിടെയും വരും. വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആ ട്രെയിനിങ് പ്രോസസ്സ് തുടങ്ങി കേട്ടോ, ട്രെയിനിങ് പ്രോസസ്സ് തുടങ്ങി നീഡ് അസസ്മെന്റ് വരെ.
വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് ഇത്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ് അവരുടെ കൺഫ്യൂഷൻ വരണ്ട, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് കേട്ടോ. Once the needs are recognized, the objectives for which the training is to be conducted are established. ഇനി രണ്ടാമത്തെ എന്താ, നീഡ് ഒക്കെ മനസ്സിലായി അല്ലേ? ആ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, ആ ഒരു പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയാണ് രണ്ടാമത്തെ പ്രോസസ്സ് അല്ലെ. കൃത്യമായിട്ട് ആ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യകത മനസ്സിലായി, അതിനനുസരിച്ച് ആ ഒരു പരിശീലനത്തിനൊരു ലക്ഷ്യം അല്ലെ, ആ ഒരു പരിശീലനം നേടുന്നതിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങള് അവിടുത്തെ എംപ്ലോയീസിന് കിട്ടണം. ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനുവേണ്ടി the objectives could be based on the gaps seen in the training programs conducted earlier and skill set developed by the employees. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരുപാട് ട്രെയിനിങ് ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇവിടെ എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ എന്തിനെ ബേസ് ചെയ്താ സെറ്റ് ചെയ്യുന്നത്, ഓൺ ദ ഗ്യാപ്സ്. ഇവിടെയും ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. എന്തൊക്കെ തമ്മിലാ, ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് മുൻപ് നമ്മൾ നടത്തിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, മുൻപ് ആ സ്ഥാപനം എന്തെങ്കിലും പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഏർലിയർ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് എങ്ങനെയായിരുന്നു, അതിലൂടെ എന്തൊക്കെ സ്കില്ലുകളാണ് അവിടുത്തെ എംപ്ലോയീസിന് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്, മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ മുൻപ് അവിടെ ഏർലിയർ ആയിട്ട് എന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ടോ അതിലൂടെ എന്തൊക്കെ സ്കിൽസ് അവിടെയുള്ള എംപ്ലോയീസിന് വികസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്, അത് മുതൽ ആ ഒരു കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് അപ്പൊ നമുക്കറിയാം ഒരു പരിശീലനം ലഭിക്കുമ്പോ അതിലൂടെ നമ്മൾ ഇന്ന ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇന്ന സ്കില്ലുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മുൻപുണ്ടായിരുന്ന പരിശീലനം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഈ ഒരു പരിശീലനത്തിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് കൂടിയാണ് അല്ലെ. അപ്പൊ മുൻപുള്ള പരിശീലനങ്ങൾ കൊടുത്തപ്പോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പുതിയ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ അവർക്ക് ഉള്ള സ്കില്ലല്ലല്ലോ വർദ്ധിപ്പിക്കേണ്ടേ, ഇല്ലാത്ത സ്കില്ലുകളും നോളജും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒബ്ജക്റ്റീവായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുൻപ് നമ്മൾ കൊടുത്ത പരിശീലനങ്ങളിൽ എന്തെങ്കിലും ന്യൂനതകളോ കാര്യങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാനുള്ള ഒബ്ജക്റ്റീവ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു പരിശീലനത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കമ്പാരിസൺ നടത്തും. പുതിയതായിട്ട് പഴയതായിട്ട് നമ്മൾ കൊടുത്തിരുന്ന ഏർലിയർ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് എങ്ങനെയായിരുന്നു, അതിലൂടെ എന്തൊക്കെ സ്കില്ലുകളാണ് അവിടുത്തെ എംപ്ലോയീസിന് കിട്ടിയത്, ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സക്സസ്ഫുൾ ആയിരുന്നോ, എഫക്റ്റീവ് ആയിരുന്നോ, അതുപോലെ അതിനനുസരിച്ച് അവർക്ക് കിട്ടിയിട്ടുള്ള സ്കില്ലുകൾ ഏതാണ്, ഇനി ഏതൊക്കെ സ്കില്ലുകൾ അവർക്ക് വർദ്ധിപ്പിക്കണം എന്നൊക്കെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയാണ് ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന പ്രോസസ്സിൽ പറയുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ. തേർഡ് വണ്ണും കൂടി നമുക്ക് പറയാം. അപ്പൊ തേർഡ് വണ്ണിൽ പറയുന്നത് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാം അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെയായി, അസസ്മെന്റ് അല്ലെ, നീഡ് അസസ്മെന്റ് നടത്തി ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലായി, അതുപോലെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു അല്ലെ. ആ രണ്ട് പ്രോസസ്സും കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ, ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഡിസൈൻ ദ ട്രെയിനിങ് പ്രോഗ്രാം ഇൻ ദ ലൈൻ വിത്ത് ദ സെറ്റ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിന് അനുസൃതമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക എന്നതാണ് തേർഡ് പ്രോസസ് എന്ന് പറയുന്നത്. എവറി ട്രെയിനിങ് പ്രോഗ്രാം ഇൻക്ലൂഡ് സർട്ടൻ ഇഷ്യൂസ് സച്ച് ആസ്, എന്താ, ഏതൊരു ട്രെയിനിങ് പ്രോഗ്രാമും ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഹു ആർ ദ ട്രെയിനീസ് അല്ലെ, ആരാണ് അവിടുത്തെ പരിശീലകരായിട്ടുള്ളവര്,
ഇല്ലേ? ഒരു ട്രെയിനിങ് പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അവിടെ ഒരു പരിശീലകൻ വേണം അല്ലെ? ഒരു പരിശീലനം നൽകുന്ന ഒരാൾ വേണം. അത് നേടിയെടുക്കാൻ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ പരിശീലനം നേടാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വേണോ? ഏതൊരു ട്രെയിനിങ് പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോഴും വേണ്ട ആളുകളല്ലേ ഇത്? ഇവിടെ ഡിസൈൻ ചെയ്യുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാ? ഹു ആർ ദ ട്രെയിനിങ്സ്? ആരാണ് അവിടുത്തെ പരിശീലനം നേടാൻ വരുന്ന ആളുകൾ? അതുപോലെ ഹു ആർ ദ ട്രെയിനർ? ആരാണ് അവർക്ക് പരിശീലനം നൽകുന്ന പരിശീലകൻ? ആൻഡ് വാട്ട് മെത്തേഡ്സ് ആർ ടു ബി യൂസ്ഡ് ഫോർ ദ ട്രെയിനിങ്? ആ ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡുകളാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്? വാട്ട് വിൽ ബി ദ ലെവൽ ഓഫ് ട്രെയിനിങ്? ഏത് ലെവൽ ഓഫ് ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്? അങ്ങനെയുള്ള കുറെ അധികം സർട്ടൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ കുറെ അധികം ഈ ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. And also the comprehensive action plan is designed that include the training content material, learning theories, instructional design and the other training requisites. അതുപോലെ തന്നെ അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ നടപ്പിലാക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. അത് പ്രവർത്തികമാക്കണം. അത് ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പദ്ധതി തയ്യാറാക്കി അതായിരിക്കും അവിടെ പ്രാവർത്തികമാക്കേണ്ടത് അല്ലെ? അപ്പൊ ആ ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടണം. ഈ പറയുന്ന ഏത് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഏത് മെറ്റീരിയൽസ് ആണ് ഒരു കണ്ടന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ലേണിംഗ് തിയറീസ് ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എങ്ങനെ നമുക്ക് അവരിലേക്ക് അത് എത്തിക്കാൻ പറ്റും, അതുപോലെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ട് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി സമഗ്രമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് ശരിക്കും ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു ഡിസൈൻ തയ്യാറാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത് വെച്ച ഒബ്ജക്റ്റീവ്സിനനുസരിച്ചിതമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ആരാണ് അവിടുത്തെ പരിശീലനത്തിനായി വരുന്ന ആളുകള്, പരിശീലകൻ ആരാണ്, ഏത് മെത്തേഡുകളാണ് അവർ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും അവർക്ക് ആ ഒരു ഏത് ലെവൽ ഓഫ് ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണം. അതുപോലെ തന്നെ ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. ആ ഒരു ആക്ഷൻ പ്ലാനിൽ അവർ എന്ത് കണ്ടന്റുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് വേണം, ലേണിംഗ് തിയറീസ് ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എങ്ങനെ നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊത്തിരി കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് അതിനുവേണ്ടി മുൻകൂട്ടി ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് ശരിക്കും ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. വേഗം ആ സെക്കൻഡ് പ്രോസസ്സും തേർഡ് പ്രോസസ്സും ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ച് കംപ്ലീറ്റ് ആയല്ലോ? ക്ലിയർ ആണോ ഇവിടെ വരെ? ഓക്കെ ആണോ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇത്രയും ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. വായിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡെഫിനിഷൻസ് അല്ല, ട്രെയിനിങ് ആയി ബന്ധപ്പെട്ട ആ ഒരു സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് കേട്ടോ. അതുപോലെ നീഡ്സ് അസസ്മെന്റിലുള്ള കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അത് മിസ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ, ഏതാണ് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത് കേട്ടോ. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പറയാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.